ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ സൈക്കോളജി ഇൻ മലയാളം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോസെക്ഷൽ സ്റ്റേജസിനെ കുറിച്ചാണ്. സൈക്കോസെക്ഷൽ സ്റ്റേജസ് 5 സ്റ്റേജസ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി സ്റ്റേജ് ആൻഡ് ജെനേറ്റൽ സ്റ്റേജ്. സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾ അല്ലെങ്കിൽ സൈക്കോസെക്ഷൽ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണല്ലേ നമുക്ക് സൈക്കോ അനാലിസിസ് തിയറിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സൈക്കോ അനാലിസിസിലൊക്കെ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സർവൈവൽ ഉറപ്പുവരുത്തുന്ന എല്ലാ മോട്ടിവേഷൻസും എന്തിൽ വരും? ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റിൽ വരും. അപ്പം അതിൽ വരുന്നതാണ് നമുക്ക് പ്ലഷർ തരുന്ന എല്ലാ ആക്ടിവിറ്റീസും, അല്ലെ നമുക്ക് സന്തോഷവും സമാധാനം തരുന്ന എല്ലാ ആക്ടിവിറ്റീസും അതിൽ വരുന്നതാണ്, ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ്, ഒരാളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റിലൂടെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ജനിച്ചതിന് ശേഷം അവർ കടന്നു പോകുന്ന സ്റ്റേജസിലൂടെയാണ്. അപ്പോൾ ആ സ്റ്റേജസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒരു സീരീസ് ആയിട്ട് സൈക്കോസെക്ഷൽ സ്റ്റേജസിലൂടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമുക്കറിയാം സെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലഷർ തരുന്ന, ആനന്ദം പകരുന്ന ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ? അപ്പോൾ ഈ ഓരോ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴും നമ്മുടെ ഓരോ പ്രായങ്ങളിലും അത് സാറ്റിസ്ഫൈ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഓരോ സോൺസ് പ്രസൻ്റ് ആണെന്നുള്ളതും ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ സ്റ്റിമുലേഷനിലൂടെ എന്ത് ചെയ്യുന്നു, ആ ഒരു ആവശ്യം, ഓരോ പ്രായത്തിലുള്ള ആളുകളുടെ ആവശ്യങ്ങളും അതിൽ സാക്ഷാത്കരിക്കുകയും അതുവഴി അവരെന്ത് ചെയ്യുന്നു, സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ സോൺസിനെ എറോജീനിയസ് സോൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജസിനെ ഡിസ്കസ് ചെയ്യുമ്പോഴും ഓരോ പ്രായത്തിലെ എറോജീനിയസ് സോൺസ് ഏതൊക്കെയാണെന്ന് പറയും. അതുപോലെ തന്നെ ഇനി നമ്മൾ ഓരോ സ്റ്റേജസ് ഡിസ്കസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഏജ് ഗ്രൂപ്പ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്റ്റേജസിലേക്ക് പോകാം. ഓറൽ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുട്ടിയുടെ ജനനം മുതൽ ആ കുട്ടിക്ക് 18 മാസം തികയുന്നത് വരെയാണ്. ഇവിടെ ഈ ഓറൽ സ്റ്റേജിൽ എറോജീനിയസ് സോണ് വരുന്നത് മൗത്താണ്, അതായത് കുട്ടികളുടെ വായ. ഈ ഒരു പ്രായത്തിൽ ഈ കുട്ടിക്ക് പ്ലഷർ കിട്ടുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ആനന്ദം കിട്ടുന്ന ആക്ടിവിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്കിങ് ആണ്, അല്ലെങ്കിൽ സ്വാലോയിങ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, കുട്ടികൾ ആ പ്രായത്തിലൊക്കെ അവർ എന്ത് ചെയ്യും, കയ്യിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അവരത് വായിലിടുകയും അതിങ്ങനെ ചപ്പിക്കടിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആക്ടിവിറ്റിയാണ് മദറിൻ്റെ ബ്രസ്റ്റ് സക്ക് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നീട് ഈ ആക്ടിവിറ്റീസ് മാറുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് പല്ലുകൾ വന്നതിൻ്റെ ശേഷം അവരെന്ത് ചെയ്യും, സാധനങ്ങളെ ബൈറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ചൂ ചെയ്തുകൊണ്ടും അവരിയ്ക്കും. അതായത് അവർ പല്ലുകൾ യൂസ് ചെയ്തിട്ടാണെങ്കിൽ കൂടെ ആ ഒരു ആക്ടിവിറ്റി അവർ റിസീവ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? മൗത്തിലൂടെയാണ്. അപ്പോൾ അമ്മയുടെ പാല് അവർ സക്ക് ചെയ്യുക എന്നുള്ളത് എന്താണ്, അവർക്ക് ഈ ഒരു പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു നീഡാണ്. അപ്പോൾ ആ ഒരു നീഡ് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അവർക്ക് പിന്നീട് അത് അവർക്കൊരു റിജക്ഷനായിട്ട് തോന്നുകയും ആ റിജക്ഷൻ എന്നുള്ളത് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ വരെ ബാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, സൈക്കോസെക്ഷൽ സ്റ്റേജസ് ആയിട്ട് മാറിയത് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇതിന് സെക്ഷൽ സ്റ്റേജസ് എന്ന് മാത്രം പേര് കൊടുത്താൽ മതി. ഇത് നമ്മൾ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലേക്കും അതെന്ത് ചെയ്യുന്നുണ്ട്, വഴി തെളിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ കുട്ടിയുടെ പേഴ്സണാലിറ്റി അവിടെ രൂപീകരിക്കുകയാണ്. ആ കുട്ടി പിന്നീട് ഭാവിയിൽ ആളുകളെ മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ആളുകളെ വിശ്വസിക്കാൻ പറ്റുന്നതിലും അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു. അതുപോലെ തന്നെ പെസിമിസം ഡെവലപ്പ് ചെയ്യുന്നു. പെസിമിസം ഡെവലപ്പ് ചെയ്യുക മീൻസ് അവർക്ക് എന്തുണ്ട്, പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ്, ആളുകളോട് ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു ശുഭാപ്തി വിശ്വാസം അവർക്ക് ഒന്നിലും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളത്. സോ ഇവിടെ ഇത് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാലാണ്. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഈ ഒരു പ്രായത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഓറൽ ഫിക്സേഷൻ, അതായത് ഒന്നെങ്കിൽ അവർക്ക് ഈ നീഡ്സ് കാര്യമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഓവറായിട്ട് അവർ ഈ ഒരു നീഡുമേ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകും. സോ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ അവർ ഫിക്സേറ്റഡ് ആകും. ഫിക്സേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റേജിൽ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ കാണിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതുപോലെ ഓറലി ഫിക്സേറ്റഡ് ആയിട്ടുള്ളവരാണ് കൂടുതൽ ഡ്രിങ്കിങ്, അതുപോലെ തന്നെ സ്മോക്കിങ്, നൈൽ ബൈറ്റിങ്, ഓവർ ഈറ്റിങ് ഇതുപോലുള്ള ആക്ടിവിറ്റീസിലേക്കൊക്കെ പിന്നീട് ഏർപ്പെടുന്നത് എന്നുള്ളതാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സ്റ്റേജാണ് ആനൽ സ്റ്റേജ്. ആനൽ സ്റ്റേജ് ഒരു കുട്ടിയുടെ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ് ആനൽ സ്റ്റേജ് വരുന്നത്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ എറോജീനസ് സോൺ ഏതാണെന്നുള്ളത്. ഏതാണ്? ആനൽ സ്റ്റേജ് ആകുമ്പോൾ ആനസ് തന്നെയാണ് പ്രായം 1 to 3 വയസ്സ് വരെ. അതുപോലെ തന്നെ എറോജീനസ് സോൺ വരുന്നത് ആനസ് ആണെന്നും പറയുമ്പം അവിടെ എന്തായിരിക്കും ആക്ടിവിറ്റി വരുന്നത്? നേരത്തെ നമ്മളുടെ
നമ്മളുടെ മൗത്തായിരുന്നപ്പം നമ്മുടെ ആക്ടിവിറ്റി വന്നിരുന്നത് ഏതായിരുന്നു? സ്വാലോയിങ് അല്ലെങ്കിൽ സക്കിങ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ആനസ് എറോജീനസ് സോൺ ആകുമ്പം ഇവിടെ വരുന്ന ആക്ടിവിറ്റിയാണ് കൺട്രോളിങ് ബ്ലാഡർ ആൻഡ് ബവൽ മൂവ്മെൻറ്റ്സ്. അതായത് ഒരു കുട്ടിക്ക് വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന രീതി, അതായത് യൂറിൻ പാസ് ചെയ്യുന്നതും മറ്റുമായിട്ടുള്ള രീതികൾ അവരെന്ത് ചെയ്യുന്നു, അത് കൺട്രോൾ ചെയ്തിട്ട് അവരതിൽ നിന്നും പ്ലഷർ സീക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റേജിൽ പ്ലഷർ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എറോജീനസ് സോൺ ആനസ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ പ്രൈമറി ഫോക്കസ് ഓഫ് ലിബിഡോ വാസ് ഓൺ കൺട്രോളിങ് ബ്ലാഡർ. അതാണ് പറയുന്നത്, ലിബിഡോൻ്റെ പ്രൈമറി ഫോക്കസ് ബ്ലാഡർ കൺട്രോൾ ചെയ്യുക, അതായത് യൂറിൻ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ലിബിഡോ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരാളുടെ എനർജി, അതായത് പ്ലഷർ സീക്ക് ചെയ്യാനുള്ള എനർജി എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ലിബിഡോ പറയുന്നത്. അപ്പം നമ്മൾ ഓറൽ സ്റ്റേജ് ഡിസ്കസ് ചെയ്തപ്പം അത് ഓവർ സ്റ്റിമുലേറ്റഡ് ആയാലും അതുപോലെ തന്നെ റിജക്ഷൻ ആയി കഴിഞ്ഞാലും എന്താ സംഭവിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയിൽ. അപ്പം ഇവിടെ ആനൽ സ്റ്റേജിലേക്ക് വരുമ്പം ഇവിടെ പാരൻസ് ഓവർ സ്ട്രിക്ട്നെസ് കാണിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യും, വളരെ നേരത്തെ പാരൻസ് ഇതുപോലെ ചിട്ടകളൊക്കെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൽ വെക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നതാണ് ആ കുട്ടി കൂടുതൽ ഓർഡർലിയും അതുപോലെ തന്നെ ആ കുട്ടിയുടെ ബിഹേവിയറൊക്കെ കൂടുതൽ റിജിഡും ഒബ്സസീവൊക്കെ ആയിട്ട് മാറും എന്നുള്ളത്. അതായത് ആ കുട്ടിയുടെ ചിട്ടകളിലൊക്കെ ആ കുട്ടി ആവശ്യത്തിൽ കൂടുതൽ എന്ത് ചെയ്യും, ഫോക്കസ് ചെലുത്തും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടാണ് നമ്മൾ ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യുന്നത്, അതായത് വളരെ ലാനിയൻ്റ് ആയിട്ട് ഒട്ടും സ്ട്രിക്റ്റ് അല്ലാതെ നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി മാറുന്നത് വളരെയധികം മെസ്സി, വേസ്റ്റ്ഫുൾ, അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവായിട്ടാണ്. അതായത് ഒട്ടും റിജിഡ്നെസ് ഇല്ലാതെ ഒട്ടും റൂട്ടീന് അവർ ഫോളോ ചെയ്യാതെയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നത്. സോ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റിക്ക് നമുക്ക് ആനൽ എക്സ്പൾസീവ് പേഴ്സണാലിറ്റി എന്നും അതുപോലെ തന്നെ വളരെയധികം റിജിഡും ഒബ്സസീവും ആയിട്ട് മാറുന്ന പേഴ്സണാലിറ്റിക്ക് ആനൽ റിറ്റൻറ്റീവ് പേഴ്സണാലിറ്റി എന്നും എന്ത് ചെയ്യുന്നുണ്ട്, പേര് പറയുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ഫാലിക് സ്റ്റേജ്. അപ്പം ഫാലിക് സ്റ്റേജിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് അൺആക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്ന കൺസെപ്റ്റുകളാണ് ഫ്രോയിഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് കുറേ ക്രിറ്റിസിസംസും വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെങ്കിൽ കൂടെ നമുക്ക് എന്താണ്, സൈക്കോസെക്ഷൽ സ്റ്റേജസിൽ ഫ്രോയിഡിൻ്റെ പെർസ്പെക്റ്റീവ്സ് ആണല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കത് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കാം. അപ്പം ഫാലിക് സ്റ്റേജിനെ സംബന്ധിച്ച് ഈ ഒരു ഏജ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 to 6 years വരെയാണ്. അതുപോലെ തന്നെ ഇവിടെ എറോജീനസ് സോൺ വരുന്നത് ജെനൈറ്റൽസ് ആണ്, അതായത് ജനനേന്ദ്രിയങ്ങൾ. ഇവിടെ ലിബിഡോൻ്റെ ഫോക്കസ് നമ്മളുടെ ജെനൈറ്റൽസ് ആകുമ്പം ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക, ഒരു 3 വയസ്സ് മുതലുള്ള കുട്ടികൾ അവർ ഡിസ്കവർ ചെയ്യാണ് എന്താണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ അവർ സ്കൂളിൽ അല്ലെങ്കിൽ അവർ പ്രീ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവർ ഐഡൻറ്റിഫൈ ചെയ്യാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ആൺകുട്ടികളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ആൺകുട്ടികൾ ഐഡൻറ്റിഫൈ ചെയ്യാണ് അവരും പെൺകുട്ടികളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യാണ്, അവർ ഐഡൻറ്റിഫൈ ചെയ്യാണ് ഈ ഒരു പ്രായത്തിൽ. ഈ പ്രായക്കാർ കുട്ടികൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജനൈറ്റൽസ് അവർ എക്സ്പ്ലോർ ചെയ്യും. അതായത് അവിടെ ടച്ച് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ റബ് ചെയ്തുകൊണ്ടൊക്കെ അവർ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ എന്താണ്, അവരുടെ ഒരു സെക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ് പറയുന്നത്. ഇതും എന്താണ്, അവരുടെ ഈ ഒരു പ്രായത്തിലുള്ള ഒരു പ്ലഷർ സീക്കിംഗ് ആക്ടിവിറ്റിയാണ്. ഇവിടെ 2 ടൈപ്പ് കോംപ്ലക്സുകൾ പറയുന്നുണ്ട്. അത് ആൺകുട്ടികൾക്ക് ഒരു കോംപ്ലക്സ്, പെൺകുട്ടികൾക്ക് മറ്റൊരു കോംപ്ലക്സ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ആൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ അവരുടെ അമ്മമാരോട് സെക്ഷൽ ഫാൻറ്റസീസ് ഉണ്ടാകും, അതായത് ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് അവർക്ക് തോന്നുന്നത് അവിടെ അമ്മക്ക് അങ്ങനെയുള്ള ഒരു അടുപ്പമുള്ളത് അച്ഛനോടാണ്, അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സ്ഥാനം അവർക്ക് എടുക്കണം എന്നുള്ളൊരു ഫീലിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് അച്ഛൻ്റെ സ്ഥാനത്തേക്ക് റീപ്ലേസ് ആവണം എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ആൺകുട്ടി ഇത്തരം ഫീലിങ്സ് അവരുടെ അമ്മയോട് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അച്ഛൻ അവരെ പണീഷ് ചെയ്യോ ശിക്ഷിക്കോ എന്നുള്ളൊരു പേടിയും അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇത്തരം ഫീലിങ്സിനൊക്കെ കൂടി പറയുന്നതാണ് ഒഡിപ്പസ് കോംപ്ലക്സ് എന്നുള്ളത്. ഒഡിപ്പസ് കോംപ്ലക്സിൻ്റെ സ്പെല്ലിങ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ആൺകുട്ടിക്ക് ഒരു ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്, അതായത് കാസ്ട്രേഷൻ ആങ്സൈറ്റി എന്നാണ് അതിന് പറയുന്നത്. അമ്മയോട് തോന്നുന്ന ഇത്തരം ഫീലിങ്സിന് അച്ഛന് അവരുടെ പെനിസ് കട്ട് ചെയ്തുകൊണ്ട് അവരെ ശിക്ഷിക്കോ എന്നുള്ളൊരു ഭയം അവർക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അതിന് കാസ്ട്രേഷൻ ആങ്സൈറ്റി എന്ന് പറയപ്പെടുന്നു.
ഓക്കെ, അപ്പോൾ ഇത്തരം ഫീലിങ്സ് തന്നെ ഒരു പെൺകുട്ടിക്ക് അവരുടെ അച്ഛനോട് തോന്നുമ്പോൾ അതിന് പറയുന്നതാണ് എലക്ട്ര കോംപ്ലക്സ് എന്നുള്ളത്. അപ്പം ഇവിടെ കാസ്ട്രേഷൻ ആങ്സൈറ്റിൻ്റെ പകരം പെൺകുട്ടിക്ക് തോന്നുന്ന മറ്റൊരു ഫീലിംഗ് പെനിസ് എൻവി എന്നുള്ളതാണ്. അതായത് അവർക്ക് അച്ഛൻ്റെ പോലെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ പോലെയുള്ള ഒരു പെനിസ് അവർ പോസ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് കാരണം അവർക്ക് എന്ത് വരുന്നു, പെനിസ് എൻവി ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ എന്ത് സംഭവിക്കണം, ഒരു പെൺകുട്ടി അവരുടെ അമ്മയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലേ, ഞാനും അമ്മയും ഒരേ കാറ്റഗറിയിലാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് എന്നുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ അവിടെ വരണം. അതേ ഫീലിംഗ് ഒരു ആൺകുട്ടിക്കോ അവരുടെ അച്ഛനോടും വരണം. ഇങ്ങനെ ഒരു ഫീലിംഗ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർ ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ളൊരു ഡെവലപ്മെൻറ്റ് അവരിലേക്ക് വരുന്നു. അതായത് ഒരു ആൺകുട്ടി ഒരു ബോയ് ആയിട്ടും പെൺകുട്ടി ഒരു ഗേൾ ആയിട്ടും അവരതെന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഒരു കാര്യം കൂടെ അവിടെ നടക്കണം, അല്ലേ, ഇങ്ങനെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്നുള്ള പ്രക്രിയ കൂടെ അവിടെ നടക്കണം. ഇവിടെ ആ ഒരു സംഭവം നടക്കാതിരിക്കുമ്പോൾ വരുന്നതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ ഒരു പ്രായത്തിൽ അവർ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാതെ അവരിപ്പോഴും ആ ഒരു കാസ്ട്രേഷൻ ആങ്സൈറ്റിയും എലക്ട്ര കോംപ്ലക്സ് ഒക്കെ നിലനിർത്തി നിൽക്കുമ്പോൾ അവിടെ വരുന്നതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഭാവിയിൽ വരുമെന്നുള്ളതാണ് ഈ ഒരു പഠനം സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന സ്റ്റേജാണ് ലേറ്റൻറ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ലേറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. ശരിക്കും ലേറ്റൻ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് അറിയുന്നവർക്ക് ഈ സ്റ്റേജ് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഹിഡൻ എന്നുള്ളതാണ് മീനിങ് വരുന്നത്, അതായത് ഒളിച്ചിരിക്കുക എന്നുള്ളത്. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് സെക്ഷൽ ഡിസയേഴ്സ് ഇവിടെ റിപ്രസ്ഡ് ആണെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇത്തരം ഫാൻറ്റസീസ് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷെ അതെന്താണ്, ഹിഡൻ ആണ് അല്ലെങ്കിൽ റിപ്രസ്ഡ് ആണ്, താഴ്ത്തപ്പെട്ടിരിക്കുന്നു, അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത്തരം എനർജീസ് അവരിലുണ്ട്, പക്ഷെ ആ എനർജീസ് അവർ കാണിക്കുന്നത് അല്ലെങ്കിൽ അവർ ഡിറക്റ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമാണെന്നുള്ളതാണ് പറയുന്നത്. അവർ ആ എനർജി എടുത്തിട്ട് അവർ ചെയ്യുന്നത് ഇൻ്റലക്ച്വൽ പേഴ്സ്യൂട്ട് രൂപീകരിക്കുക, സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു 6 വയസ്സ് മുതൽ പ്യൂബർട്ടി വരെയാണ് ഇതിൻ്റെ ഒരു ഏജ് പീരീഡ് വരുന്നത്. ആ സമയങ്ങളിൽ കുട്ടികൾ എന്തായിരിക്കും, കുറേ പിയർ ഗ്രൂപ്പ്സ് ഫോം ചെയ്യും, അല്ലേ, സ്കൂളിൽ ഗ്യാങ് ഒക്കെ ഫോം ചെയ്യും. അതുപോലെ തന്നെ അവർ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയമാണ്. ഈവൻ ഇൻ സ്കൂൾസ് ആണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ കുറേ കാര്യങ്ങൾ അവർ പഠിക്കുന്നതും അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആകുന്നതും സോഷ്യൽ സർക്കിൾ ഡെവലപ്പ് ആകുന്നതൊക്കെ സമയമാണിത്. അപ്പോൾ ഒരു കൗമാരത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ളൊരു പ്രായമാണിത്, അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് നല്ല റിലേഷൻഷിപ്സ് ഫോം ചെയ്യാനുള്ള ഒരു ബേസും ഐഡിയ ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡൾട്ട് ഫേസിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇതേ കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാനും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഗുഡ് റിലേഷൻഷിപ്സ് അവർക്ക് ഫോം ചെയ്യാനും വേണ്ടിയിട്ട് പറ്റുന്നു. എന്നാൽ ഇവിടെയും ഫിക്സേഷൻ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഫിക്സേറ്റഡ് ആകുമ്പോൾ, അതായത് ഈ ഒരു പ്രായത്തിലെ നീഡ്സ് അവർക്ക് കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഇമ്മച്യൂർ ആകുകയും അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്സ് ഫോം ചെയ്യാനും പറ്റാതെ വരുന്നു. അപ്പം ഈ ഒരു പ്രായത്തിൽ അവർക്ക് എന്തില്ല, എറോജീനസ് സോൺ ഇല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ജെനൈറ്റൽ സ്റ്റേജ്. ജെനൈറ്റൽ സ്റ്റേജിലും നമുക്ക് ആ ഒരു നെയിമിൽ നിന്ന് തന്നെ നമുക്ക് എറോജീനസ് സോൺ എന്താണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ വീണ്ടും ഫാലിക് സ്റ്റേജിലെ പോലെ ജെനൈറ്റൽസ് തന്നെയാണ് എറോജീനസ് സോൺ ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ പ്യൂബർട്ടി വരെ പഠിച്ചു, അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ജെനൈറ്റൽ സ്റ്റേജാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ്. പ്യൂബർട്ടി മുതൽ ജീവിതാവസാനം വരെയുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് സ്റ്റേജാണെന്ന് പറയാം, ജെനൈറ്റൽ സ്റ്റേജ് ആണെന്നുള്ളത് പറയാം. ഇവിടെയാണ് ശരിക്കും ഒരു അഡൾട്ട് സെക്ഷുവാലിറ്റി രൂപീകരിക്കുന്നത്, അല്ലേ. അപ്പോൾ ഇതുവരെയുള്ള സെക്ഷൽ ഫാൻറ്റസീസ് ഒക്കെ എങ്ങനെയായിരുന്നു, ഒരു ഇമ്മച്യൂർ രീതിയിലായിരുന്നു, അല്ലേ, ആ ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടി സാറ്റിസ്ഫൈ ചെയ്തിരുന്നത്. ഓരോ സ്റ്റേജിലും ഇമ്മച്യൂറായിട്ട്, അതായത് ഒരു സ്റ്റേജിലെത്തുമ്പോൾ അവർ ബവൽ കൺട്രോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫാലിക് സ്റ്റേജിലെത്തുമ്പം അവരവരുടെ ജെനൈറ്റൽസ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ സെക്ഷൽ ഫാൻറ്റസീസ് അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രാറ്റിഫിക്കേഷൻ കണ്ടെത്തുന്നത്, സാറ്റിസ്ഫൈഡ് ആകുന്നത് എന്നുള്ളത്. സോ ഈ ഒരു സ്റ്റേജിലെത്തുമ്പം അവരത് എന്ത് ചെയ്യുന്നു, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് രൂപീകരിച്ചുകൊണ്ട് ഒരു ലവ് പാർട്ട്ണറെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ ഒരു ഹെൽത്തി സോൾമേറ്റിനെ അവർ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, അവരുടെ ആക്ടിവിറ്റീസിലൂടെ അവർ സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്, റൊമാൻറ്റിക് റിലേഷൻഷിപ്സിലൂടെ. അപ്പം മെച്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് അവർ ഫോം ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നു റേദർ ദാൻ സെൽഫ് പ്ലഷർ. അതായത് ഫാലിക് സ്റ്റേജിലൊക്കെ ഉള്ള പോലെ സെൽഫ് പ്ലഷറിലൂടെ അല്ലാതെ എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്.
അപ്പം ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സ്റ്റേജിലും നമുക്ക് കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൽ ഡിസ്ഫങ്ഷനും അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്സ് ഫോം ചെയ്യാത്ത പ്രോബ്ലംസ്, ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓറൽ സ്റ്റേജിൽ എങ്ങനെയാണ് വരുന്നത്? ബർത്ത് ടു 1 ഇയർ നമ്മൾ മൗത്തിലൂടെ എടുക്കുന്ന പ്ലഷറിലൂടെ അല്ലേ. ആനൽ സ്റ്റേജ് ആകുമ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൽ ബവൽ കൺട്രോളിലൂടെ. ഫാലിക് സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? ജെൻഡർ ഡിഫറൻസസ് കണ്ടുപിടിക്കുകയാണ്. ലേറ്റൻ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ എനർജി എങ്ങോട്ട് സബ്ലിമേറ്റ് ചെയ്യുന്നു? നമ്മളെ പഠനങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻഷിപ്സിലേക്കൊക്കെ നമ്മൾ സബ്ലിമേറ്റ് ചെയ്യുന്നു. ജനറേറ്റീവ് സ്റ്റേജ് ആകുമ്പോൾ ഒരു ലവ് പാർട്ട്ണറെ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ നീഡ്സ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ടിൽ അഡൽട്ട്ഹുഡ് അല്ലേ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്